മണ്ഡലകാലം നാളെ അവസാനിക്കാനിരിക്കുകയാണ്. ശബരിമലയിൽ തിരക്ക് ഏറിയിട്ടുണ്ട്. കൃത്യമായ മുൻകരുതൽ സ്വീകരിക്കുന്നതിനാൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. എങ്കിലും പാതകളിൽ തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ട്. അതേസമയം ഇന്ന് ഉച്ചയോടെ തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തും. ശ്യാം സുന്ദർ സന്നിധാനത്ത് നിന്നും ചേരുന്നുണ്ട്. അതുപോലെ തന്നെ എരുമേലിയിൽ ആദിത്യൻ ഓമനക്കുട്ടനുമുണ്ട്. ശ്യാം, ഗുഡ് മോർണിംഗ്. അവിടെ തിരക്കിപ്പോൾ എങ്ങനെയുണ്ട്? നിയന്ത്രണം ഇപ്പോഴും തുടരുന്നുണ്ടോ? മോത്തി, ഇപ്പോൾ തിരക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. രാവിലത്തെക്കാളും ഇപ്പോൾ വളരെയധികം തിരക്ക് കൂടിയിട്ടുണ്ട്. ഇന്നലെയാണ് ഏകദേശം 1,300,000 പേർ മല കയറിയിരുന്നു. അതുപോലെ തന്നെ ഇന്നും അതിൽ കൂടുതൽ ആളുകൾ വരാനാണ് സാധ്യത. ഇന്ന് ഉച്ചയോടെയാണ് തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തുക. അതിനുശേഷം 6:30 സന്നിധാനത്തെത്തി പൂജ നടത്തും. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്ന് ഒരുപാട് സജ്ജീകരണങ്ങൾ, ഇന്നത്തെയും നാളത്തെയും ദിവസങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരുപാട് സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. അതിൻ്റെ എല്ലാ ഫലവും ഇവിടെ കാണാനുണ്ട്. കാരണം എത്ര തന്നെ തിരക്ക് വന്നാലും സന്നിധാനത്ത് പ്രത്യേകിച്ച് തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അധികൃതർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ താഴേക്ക് സ്ഥിതി അങ്ങനെയല്ല. സന്നിധാനം മുതൽ നിലയ്ക്കൽ, ശരംകുത്തി, ശബരി പീഠം എന്നീ ഇടങ്ങളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തിക്കും തിരക്കും ഉള്ളതായിട്ടാണ് നമ്മൾ അറിയുന്നത്. അവിടെയെല്ലാം ആളുകൾക്ക് വെള്ളവും മറ്റ് സാധനങ്ങളെല്ലാം എത്തിക്കാനുള്ള ഏർപ്പാടും അധികൃതർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ അവിടെയെല്ലാം തിരക്ക് വലിയ തോതിൽ അനുഭവപ്പെടുന്നു. വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നിരുന്നു. രാത്രിയെല്ലാം വലിയ ബുദ്ധിമുട്ട് ഭക്തർക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 18-ാം പടി വഴി സുഗമമായി തന്നെ ആളുകളെ മുകളിലേക്ക് കയറ്റി വിടുന്നുണ്ട്. ഏകദേശം മണിക്കൂറിൽ. ശരി ശ്യാം, ഇപ്പോഴും തിരക്ക് തുടരുന്നു എന്നാണ് സന്നിധാനത്തു നിന്നും ശ്യാം പറയുന്നത്. നമുക്കിപ്പോൾ ആദിത്യൻ ഓമനക്കുട്ടൻ എരുമേലിയിൽ നിന്നും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ആദിത്യൻ. അവിടെ വാഹന നിയന്ത്രണവും മറ്റും എങ്ങനെയുണ്ട് ഇപ്പോൾ? മോത്തി, എരുമേലിയിൽ ഇപ്പോൾ നിലവിലെ അവസ്ഥ നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ ഇതേ സമയം വലിയ തിരക്കായിരുന്നു. ഈ പേട്ടതുള്ളൽ പാതയിൽ ഉൾപ്പെടെ ഇന്നലെ പോലീസ് വാഹനങ്ങളും അത്രയുമൊക്കെ തടഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ അത്തരത്തിലൊരു അന്തരീക്ഷമില്ല. ഇപ്പോൾ പേട്ടതുള്ളൽ പാത വളരെ സജീവമായിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ആചാരത്തിൻ്റെ ഭാഗമായി ഏറ്റവും സുപ്രധാനമായ ഒരു ഇടത്തോളമാണ് എരുമേലി. അതുപോലെ തന്നെ ഈ എരുമേലി ക്ഷേത്രത്തിൽ ഇവിടെ എത്തി പേട്ടതുള്ളിന് ശേഷമാണ് കന്യയ്യപ്പന്മാർ, ഏറ്റവും പ്രധാനമായ ഒരു ചടങ്ങാണ് കന്യയ്യപ്പന്മാർ ഇവിടെ വന്ന് പേട്ടതുള്ളിന് ശേഷം ഇവിടെ നിന്ന് പമ്പയിലേക്ക് യാത്രയാവുന്നത്. എന്തായാലും ഇന്നലെ ഇവിടെ മണിക്കൂറുകളോളം വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. എരുമേലിയിൽ മാത്രമായിരുന്നില്ല, ഇതിനടുത്ത് കൊരട്ടിയിലും പൊൻകുന്നത്തും കോട്ടയം ജില്ലയിൽ വൈക്കത്തും ഒക്കെ വലിയ തിരക്കായിരുന്നു. ഇത്തരത്തിൽ വഴികളിൽ നീണ്ട ക്യൂ ആയിരുന്നു. 7-8 മണിക്കൂറുകളോളം ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരൊക്കെ ഇവിടെ തടസ്സപ്പെട്ട് കിടന്നതുകൊണ്ട് ഭക്ഷണവും വെള്ളവും ആവശ്യത്തിന് കിട്ടാതെ വലിയ വിമർശനത്തിന് അത് വഴിവെച്ചിരുന്നു. എന്നാലും ഇപ്പോൾ അതെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പേട്ടതുള്ളൽ പാത വളരെ സജീവമായിട്ടുണ്ട്. ശരി ആദിത്യൻ ഓമനക്കുട്ടൻ. വളരെ മാറ്റം.